സോ ഗൈസ്, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകനായിട്ടുള്ള ഇവാൻ വുക്കോമനോവിച്ച് ഇന്ത്യൻ ദേശീയ ടീമിന്റെ പരിശീലകനായേക്കുമെന്നുള്ള വാർത്തകളൊക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ. മനോളോ മാർക്കസ് പടിയിറങ്ങുമ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് AFF ഇവാനെ പരിഗണിക്കുന്നു എന്നാണ് കമന്റേറ്റർ ഷൈജു ദാമോദരന്റെ വെളിപ്പെടുത്തൽ. സോ ഇവാൻ ഈസ് വൺ ഓഫ് ദ കണ്ടന്റേറ്റർ ഫോർ ദാറ്റ് പൊസിഷൻ. ഇന്ത്യൻ ദേശീയ ടീമിന്റെ കാര്യം മാത്രമല്ല, ISL നിന്നും 2 ക്ലബ്ബുകൾ കൂടി ഇവാനെ ടീമിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മുംബൈ സിറ്റി FC യും ചെന്നൈയിൻ FC യുമാണ് ഈ 2 ക്ലബ്ബുകൾ എന്നാണ് ഷൈജു ദാമോദരന്റെ വെളിപ്പെടുത്തൽ. സോ ഈ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം മുംബൈ സിറ്റി FCയുടെ കാര്യത്തിൽ നോക്കിയാൽ അവിടെ പരിശീലകൻ പീറ്റർ കാഡ്കി, അദ്ദേഹത്തിന് ഇനിയും ഒരു വർഷത്തെ കരാറ് കൂടി അവശേഷിക്കുന്നുണ്ട്. സോ ഇവാനെ കൊണ്ടുവരേണ്ട ആവശ്യം അവർ കൊണ്ടുവന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കൂടാതെ ചെന്നൈയിൻ FCയുടെ കാര്യത്തിൽ നോക്കിയാലും ഇതൊക്കെ തന്നെയാണ്. ഓവൻ കോഹ്ലിയുടെ കോൺട്രാക്ട് ഈ കഴിഞ്ഞ സീസണിൽ കൂടി പുതുക്കിയതേ ഉള്ളൂ. സോ ഈ 2 ക്ലബ്ബുകൾക്കും പുതിയ പരിശീലകന്റെ സേവനം ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിവേ, ഇപ്പോൾ മാർക്കസ് മെർഗലയോട് ഒരു ആരാധകൻ ചെന്നൈയിൻ FCയുടെ പരിശീലകനായിട്ട് ഇവാൻ വുക്കോമനോവിച്ച് വരികയാണോ എന്ന് ചോദിച്ചിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: അതായത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ വാർത്തകളൊക്കെ ലഭിക്കുന്നത്? ഇവാനും ചെന്നൈയിൻ FCയുമായിട്ട് യാതൊരു തരത്തിലുള്ള ലിങ്കും നിലവിലില്ല. കാരണം ഓവൻ കോഹ്ലി ഇപ്പോൾ ചെന്നൈയിൻ FCയുടെ പരിശീലകനാണ്, അദ്ദേഹത്തിന് കോൺട്രാക്ട് ഉണ്ട്, അദ്ദേഹം തന്നെയാണ് തുടരുന്നതും. അപ്പോൾ ഇവാനുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചിരുന്ന വാർത്ത, ISL ക്ലബ്ബുമായി ചർച്ചയിലാണ് എന്നുള്ള വാർത്ത വ്യാജമാണ് എന്നുള്ളത് ഇപ്പോൾ മാർക്കസ് മെർഗൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അല്ലെങ്കിലും ഇവാൻ ISL ക്ലബ്ബുകളുടെ ഓഫർ എടുക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അദ്ദേഹം മറ്റൊരു ISL ക്ലബിനെയും പരിശീലിപ്പിക്കില്ല എന്ന് അദ്ദേഹം മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ പോലും അത് ദേശീയ ടീമിലെ പരിശീലനമാവാനേ സാധ്യതയുള്ളൂ. സോ നെക്സ്റ്റ് അപ്ഡേറ്റ് ISLുമായി ബന്ധപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം, നിലവിൽ ISLന്റെ ഭാവിയുടെ കാര്യത്തിൽ ഒരുപാട് അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയമാണിത്. FSDയിലും AFFും തമ്മിലുള്ള വിഷയങ്ങളും അതുപോലെ തന്നെ കോർട്ടിൻ്റെ വിധിയൊക്കെ തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. കോർട്ടിൻ്റെ വിധിക്കായിട്ട് എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം മാത്രമേ ISL എന്ന് ആരംഭിക്കൂ എന്ന് പോലുമുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുകയുള്ളൂ. ഇനിയിപ്പോൾ ISLുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. സായൻ മുഖർജിയുടെ റിപ്പോർട്ടാണ്. നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് കടുത്ത നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2014 മുതൽ ഇതുവരെ ISL നടത്തിയതിൽ വലിയ നഷ്ടമാണ് ഓർഗനൈസേഴ്സിനും അതുപോലെ തന്നെ ക്ലബ്ബുകൾക്കും ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. 5000 കോടി രൂപയോളമാണ് ISL ആരംഭിച്ച ശേഷം ഇതുവരെയുള്ള നഷ്ടം. ഇത് ഓർഗനൈസേഴ്സിനും അതുപോലെ തന്നെ ക്ലബ്ബുകളുടെയും കൂടി ചേർത്തുള്ള കണക്കാണ്. ഓപ്പറേഷണൽ കോസ്റ്റായിട്ട് 2800 കോടി രൂപയും പ്രൊഡക്ഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിങ്ങിനായി 2000 കോടി രൂപയുമാണ് നഷ്ടമുണ്ടായിട്ടുള്ളത്. സോ വലിയ നഷ്ടത്തിൽ തന്നെയാണ് ലീഗും അതുപോലെ തന്നെ ക്ലബ്ബും പോയിക്കൊണ്ടിരിക്കുന്നത്. ആൾറെഡി ISL ക്ലബ്ബുകൾ നഷ്ടത്തിലാണ് എന്ന് നേരത്തെ തന്നെ എല്ലാവരും അറിഞ്ഞതാണ്. അതിൻ്റെ കൂടെ ISLൻ്റെ കണക്ക് കൂടി ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും. ബൈ.